ഞാനിവിടെ ഒരുണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് 2 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. അത് തിളപ്പിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ട തേങ്ങയാണ്. തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് വറുത്ത് എടുക്കാം. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് തേങ്ങയിട്ട് ഒന്ന് വറുത്ത് ഒന്ന് ക്രിസ്പിനെസ് ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്ത് മാറ്റി വെച്ചു. ഇനി ഞാൻ ആട്ടയാണ് ഇവിടെ എടുക്കുന്നത്. ആട്ടയിലാണ് ഞാനിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതിന് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ജീരകം, ഞാൻ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വറുത്ത് വെച്ച തേങ്ങയും നമ്മൾ ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ശർക്കര പാനീയവും തേങ്ങയും ചേർത്ത് മിക്സ് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കൺസിസ്റ്റൻസി നമ്മൾ ഇളക്കി നോക്കണം. ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റവയാണ് ചേർക്കുന്നത്. ഒരു 2 സ്പൂൺ റവയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ണിയപ്പം ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് അതിൽ ചെറുതായി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം നമ്മൾ ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് വെന്തോ നോക്കി തിരിച്ചിടാം. നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഉണ്ണിയപ്പം നമ്മളിതാ തയ്യാറായി കഴിഞ്ഞു. ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ എടുക്കണം. ഒരു ഉണ്ണിയപ്പം എടുത്ത് ടേസ്റ്റ് ചെയ്യുക. ഇതാ നോക്കൂ, എന്ത് നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പമാണെന്ന്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.